ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വർമ്മ സാറിനോട് നേരിട്ടൊന്ന് സംസാരിക്കണം. ഇനി വൈകാൻ പാടില്ല. അംബിക മാഡത്തിന്റെ പഴയ ദുഷ്ടതകളൊക്കെ വർമ്മ സാർ അറിയണം. ഞങ്ങളുടെ ഈ എളിയ പ്രസാദം സ്വീകരിച്ച് നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വിളങ്ങിയിടണേ ദേവി. മോളെ ദാ അമ്മേ കാത്തോളണേ. എന്താടാ എന്താ അംബിക മാഡം, മനസ്സിൽ വിചാരിച്ച എന്തോ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഏയ് നീ എന്തിനാടാ പിന്നെ അവരുടെ പിന്നാലെ കാർ ചേസ് ചെയ്ത് പോയെ? ഒരു കാർ ചേസ് ചെയ്ത് പിടിക്കാനുള്ള കഴിവ് പോലും നിനക്കില്ലേ? അമ്മ അങ്ങനെയല്ല, കുറച്ചു ദൂരം ഞാൻ പിന്തുടർന്നതാ. പക്ഷെ പിന്നെ അവര് ചില ഇടവഴികളെല്ലാം കയറി എന്നെ ചുറ്റിച്ചു കളഞ്ഞു. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി പോയി. രമ്യ, ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാൻ ഇറങ്ങാം. നടക്കടാ. അല്ലെങ്കിലും ഈ ദീപകിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വേണോട്ടാ, ഇതാ കോഫി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വേണോട്ടം കുടിക്കും. പത്മാവതി മാഡം, അംബിക മാഡം ഓടിക്കൊതിച്ച് വീട്ടിലേക്ക് വന്നതും രമ്യയുടെ സംസാരവും ഞാൻ ആകപ്പാട് ടെൻഷൻ അടിച്ചു പോയി. അംബിക മാഡം എങ്ങാനും പത്മാവതി മാഡത്തെ അവിടെ എങ്ങും വെച്ച് കണ്ടിരുന്നെങ്കിൽ എന്തായനെ? ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. രമ്യ, ആ കുട്ടി ഒരു വലിയ പ്രശ്നക്കാരിയാണ് അല്ലേ വേണോട്ടാ? അതെ, അവൾക്ക് രാജുവിനോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രണയ. കൃതിക മാഡവും രാജുവും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ മുതല് അവൾ അവരെ തമ്മിൽ പിരിക്കാൻ നടക്കുക. ഒരു വല്ലാത്ത സ്വഭാവക്കാരിയ. സത്യത്തില് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ മതിയല്ലോ, വളർത്തുദോഷം. അംബിക മാഡത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അംബിക മാഡവും മകനും കൂടി രാജുവിന്റെ ഹൃദയ മാഡത്തിന്റെ ജീവിതം കുട്ടിച്ചോറാക്കും. എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അംബിക മാഡം പത്മാവതി മാഡത്തോട് കാണിച്ച ക്രൂരതകളുടെ സത്യാവസ്ഥകളും എനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും ഞാൻ വർമ്മ സാറിനോട് പോയി പറയട്ടെ? അയ്യോ, അത് വേണ്ട. പ്രതാപേട്ടൻ അംബികേച്ചിയെ കാണുന്നത് സ്വന്തം അമ്മയുടെ സ്ഥാനത്താണെന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതാപേട്ടനോട് എനിക്ക് പറയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം മറച്ചതിന്റെ പിന്നിലും കാരണമില്ലേ? അത് ശരിയാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. പത്മാവതി മാഡം അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. കഴുകന്റെ കണ്ണ ആ ചെക്കൻ ദീപക്കിന്. ശരി ശരി വേണോട്ടാ. ആ വേണുവേട്ടൻ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞാനൊരാളെ കാണാൻ പോയതാ. ആരെയാ? നീ എന്തിനാ അന്വേഷിക്കണേ? അതിനെന്തിനാ ചൂടാവുന്നേ? ഇവിടെ നിന്ന ആളിനെ പെട്ടെന്ന് കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, നീ അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ നീ ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റണ്ട. ഓ, ഞാനേ ചോദിച്ചതൊക്കെ അങ്ങ് തിരിച്ചെടുത്തു. അല്ല, കുടിക്കാൻ ചായയോ മറ്റോ വേണോ? യോ, ഇങ്ങനെ ചോദിച്ചതും കുറ്റാണോ? ചായ വേണ്ട, ഞാൻ അല്പം മുമ്പ് ഒരെണ്ണം കുടിച്ചതാ.
ആ കുടിക്കാനുള്ള ഗ്ലാസ് വെള്ളം എടുക്ക്. ഓ വർമ്മ സാറിനോട് നേരിട്ടൊന്ന് സംസാരിക്കണം. ഇനി വൈകാൻ പാടില്ല. അംബിക മാഡത്തിന്റെ പഴയ ദുഷ്ടതകളൊക്കെ വർമ്മ സാർ അറിയണം. വർമ്മ സാറിന്റെ ദാമ്പത്യ ജീവിതം തകർത്തത് ആ അംബിക മാഡമാണെന്ന് വർമ്മ സാറിന് അറിയില്ല. അംബിക മാഡത്തിന് വർമ്മ സാറ് അന്ധമായി വിശ്വസിച്ചു. അത് വർമ്മ സാറിനെ നാശത്തിലേക്ക് നയിക്കും. സത്യങ്ങൾ അറിഞ്ഞ സാറിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരും. വർമ്മ സാറ് നല്ല മനുഷ്യന്. ആ ദുഷ്ട സ്ത്രീയുടെ കയ്യിൽ നിന്ന് വർമ്മ സാറിനെ രക്ഷിക്കണം. ആ രാജു, എന്താ സാർ? വർമ്മ സാറ് ഡൽഹിയിൽ പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ആ അതെ. വർമ്മ സാർ എന്നാ മടങ്ങി വരണത്? ആ നാളെ മടങ്ങിയെത്തും. എന്താ സാർ? ഇല്ല, ഒന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. നീ എന്തിനാ എന്നെ നോക്കണേ? ഞാനിവിടെ വെറുതെ നിൽക്കുമല്ലേ. ആ ഋതിക മാഡം എവിടെ? ആ മുറിയിലുണ്ട്. ദാ വെള്ളം. വെള്ളം ചോദിച്ചിട്ട് കുറെ സമയമായില്ല. നീ എന്താ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? ഹേ ദാ, നിന്റെ അച്ഛന് എന്ത് പറ്റി? എനിക്കെങ്ങനെ അറിയാം? അമ്മ എന്നെ ചോദിച്ചു നോക്ക്. നേരത്തെ ആരെയാ കാണാൻ പോയെന്ന് ചോദിച്ചതിനാ ചാടി കടിക്കാൻ വന്നത്. ബെസ്റ്റ്. ദാ, രമ്യ, എന്താ അമ്മേ, ഞാൻ പേടിച്ചു പോയല്ലോ. എന്താ കാര്യം? അമ്മ എന്തിനീ കിടന്ന് അലറുന്നേ? പതിയെ വിളിച്ച എന്താ? എനിക്ക് ചെവി കേക്കില്ലേ? ഡി, നീ പിന്നെയും ആ രാജുവിന്റെ വീട് നിരങ്ങാൻ പോയി തുടങ്ങിയല്ലേ? അമ്മയ്ക്ക് വേറെ പണിയില്ലേ? അമ്മയോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ഞാൻ അറിഞ്ഞു അവരുടെ വീട്ടിൽ എന്തോ പൂജ നടന്നു എല്ലാം. ഡി, നീ അവരുടെ വീട്ടിലെ പൂജ നടന്നതിന്റെ തലേന്ന് ഇവിടുന്ന് ചിക്കൻ കറിയായിട്ട് പോയത് അവിടേക്കല്ലേ? ആ അതെ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവര് പൂജ കഴിഞ്ഞ് പോകുന്നത് വരെ നീ അവരുടെ വീട്ടിലായിരുന്നില്ലേ? ആ അതെ. അതിനിപ്പോ അമ്മയ്ക്ക് എന്താ? നീ എന്തിനാടി അവിടേക്ക് കെട്ടി എഴുന്നള്ളി കൂടെ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അത് അമ്മ അറിയേണ്ട കാര്യമല്ല. രമ്യേ, അമ്മ അറിയാത്തതായിട്ടെ ഒന്നും ഇവിടെ വേണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം അമ്മയ്ക്ക് അറിയാലോ. എന്ത്? ആ രാജുവിനെ തന്നെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചാണോ നീ ഇപ്പോഴും ജീവിക്കുന്നേ? അതെ.